ഇതെന്താ സാധനം? ഞാൻ ഇതിന്റെ ഒറിജിനൽ ട്രെയിലർ പോലും കണ്ടിട്ടില്ല. മനസ്സിലായ? നോക്കട്ടെ. പറഞ്ഞു വരുമ്പോ നീ എനിക്ക് ഉണ്ടാക്കിയ നഷ്ടം വലുതാണ്. നിനക്കത് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ നീ ഇനി വേണ്ട. ഏടോ തനിക്ക് അറിയാമല്ലോ ആരാ വരാൻ പോകുന്നതെന്ന്. എനിക്ക് ആളെ കൊല്ലുന്നതിലും വലിയ കിക്ക് എന്റെ ഇതായാലും കിട്ടില്ല. നീ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞേക്ക് വരില്ല എന്ന്. നീയൊക്കെ അങ്ങ് ഒരുപാടങ്ങ് കിളത്തി തരണ്ട എനിക്ക്. അത് എന്റെ തന്നതല്ലേ? എനിക്ക് അത് നോക്കട്ടെ. നീയൊക്കെ അങ്ങ് ഒരുപാടങ്ങ് കിളത്തി തരണ്ട എനിക്ക്. എന്താ എന്ത് സിങ്കാണ് അതിന് മയില്? എന്ത് സാധനല്ലേ ബ്രോ? എടാ ഈ സിനിമാറ്റിക്സ് ഒക്കെ എന്ത് കിടിലുമായിട്ടാണ് എത്ര പേരിപ്പോ ചെയ്യണേ. സബ് വിഷയം സാധനം ബ്രോ എന്താലേ കിടിലം കേട്ടാ, കിടിലം കിടിലം കിടിലം. അത് കൊള്ളാം. വിഷയം സാധനം കേട്ടാ, വിഷയം. ബാക്കി കാണുന്നു അത്ര ഉള്ളടാ. ദിസ് ഈസ് മൈ ഫസ്റ്റ് അറ്റംപ്റ്റ്, ക്ഷമിച്ചേക്കണേന്ന്. എടാ സൈക്കോ സ്റ്റുഡിയോസ് നീ ദൈവം. നീ ആരാണ് നീ? ഫസ്റ്റ് അറ്റംപ്റ്റില് വിഷയം വിഷയം കേട്ടാടാ. കിടിലം കിടിലം. ഓജി കാണുമോ? ഓജി കണ്ടാ ചിലപ്പോ എന്നെ കൊണ്ടുപോകായിരിക്കോടാ. ഓജി കണ്ടാ ചിലപ്പോ എന്നെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. നമുക്ക് കുറച്ച് നോക്കാം, കുറച്ച് നോക്കാം, കുറച്ച് നോക്കാം. കട്ടൻ കൊടുത്തോട്ടെ? ആ കൊടുത്തു. നാളത്തേക്കുള്ള ഡ്രസ്സ് എല്ലാം കൊണ്ട് കൊടുത്തേക്ക് സാറേ. ഇടയ്ക്ക് ഓരോ കട്ടൻ കൊടുത്തു. ഇടയ്ക്ക് ഓരോന്നൂടെ കൊടുത്താ വെറ്റില പോയി കുറച്ച് ബീഫ് ഫ്രൈ എടുക്കട്ടെ. അതെന്താ പറഞ്ഞേ? മുറുക്കാനാന്ന് പറഞ്ഞ് വെറ്റില പോയി കുറച്ച് ബീഫ് ഫ്രൈ എടുക്കട്ടെ. മുറുക്കാനാന്ന് പറഞ്ഞ വെറ്റിലെ പോയി പറഞ്ഞ് ബീഫ് കൂടെ ഇറക്കട്ടെ. നന്മേട്ടാ നന്മൻ. വിശ്വസിക്കാൻ പറ്റാത്ത ഫാക്ട്സ്. ഈ ലോകത്ത് റെക്കോർഡ് ചെയ്ത് ലൗഡസ്റ്റ് സൗണ്ട് 1884 കറക്കോട്ട എന്ന വോൾക്കാനോ എറപ്റ്റ് ആയ സൗണ്ട് ആണ്. ആ സൗണ്ട് കാരണം 65 കിലോമീറ്റർ ദൂരെ ഇരുന്ന ആൾക്കാരുടെ ചെവി വരെ ഗോയിന്ന് കേൾക്കുമായിരുന്നു ആ സൗണ്ട്. ഈ മീം കണ്ടപ്പോഴേ എനിക്ക് തോന്നി അങ്ങനെ എന്തെങ്കിലും സാധനമാണ് വരാൻ പോണേന്ന്. You said a feel good movie I heard from Sudania from. ഇതെന്ത് പടമാ ഗൈസ്? ഇതെന്ത് എന്റെ അമ്മു, എന്റെ വൺ ഓഫ് ദ പേഴ്സണൽ ഫേവറേറ്റ് പടമാണ്. പടവും പാട്ടും നടന്മാരും അഭിനയവും എല്ലാം ഇതിലൊരു കുറവ് പറയാൻ ഇല്ല. ലിറ്ററലി എന്റെ അമ്മു എന്ത് ഫിലിമാണ് ഇത്.
പുള്ളിക്ക് എന്ത് കിടിലോ അല്ലേ? രാവിലെ നേരത്തെ പോണം. മജീദിനൊരു മാറ്റമില്ല. എന്താ ഇപ്പൊ ചെയ്യാ? ഓന്റെ ബാപ്പാനെ പോലെ കരുതേണ്ട ആളാന്ന് മനസ്സിലാക്കാനുള്ള പ്രായം ഓനായില്ലേ? ബാപ്പാനെ പോലല്ലേ, ബാപ്പല്ലല്ലോ. മൂപ്പര് മരിച്ചപ്പോ എല്ലാരും കൂടി നിർബന്ധിച്ചെന്നെ കെട്ടിച്ച്. എന്റെ അമ്മോ. വലൈക്കും ഇസ്ലാം. എന്റെ അമ്മോ, എന്തൊരു വീഡിയോ ഇത്! എന്ത് സാധനല്ലേ അത്! ഞാനൊരു ഫുട്ബോൾ ഫാൻ അല്ലാഞ്ഞിട്ട് പോലും എനിക്ക് ഈ പടം ഭയങ്കര അതിന്റെ ഒരു ത്രില്ലും ലൈക്ക് ആ സാധനം ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യടാ. അത് ഒരു വല്ലാത്ത പടമാണ് ഇത്. പക്ഷെ ഇതിനൊരു കുറ്റവും പറയാനില്ല. എന്റെ ഒരു ആൽബം പാട്ടില്ലേ, കണ്ടോ നാട്ടാര്, അതൊരു 4 വരി പാടാവോ? മണിച്ചേണ്ട പാട്ടുണ്ട്. കലപമണി. കണ്ടോ നാട്ടാരെ, കണ്ടോ എന്നാട്ടാരെ, ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ? കാലമതി കാലേ കൂരേന്ന് പോയില്ലേ, തിരികെ വന്നപ്പോൾ കണ്ടില്ലോളെ. കഞ്ഞി കുടിക്കാണ്ട്, പഴം കഞ്ഞി കുടിക്കാണ്ട്, കാലം പുലർക്കാലെ പോയതാണ്. മേലെ കണ്ടത്ത് വിത്തേറിയാനായി, നേരം പുലർക്കാലെ പോയതാണ്. കർക്കിടകപ്പേറ്റിൽ പെരുവെള്ളമൊഴുകിപ്പോ ഉണ്ണിടമ്മ. എന്റെ അമ്മോ, ഉണ്ണി കരയുന്നേ, പൊന്നുണ്ണി കരയുന്നേ, എന്റെ പൂങ്കാവിതെങ്ങോ പോയി. ഉണ്ണി കരയുന്നേ, പൊന്നുണ്ണി കരയുന്നേ, എന്റെ പൂങ്കാവിതെങ്ങോ പോയി. എന്റെ ആളിയാ, എന്തിനിപ്പോ കേട്ടത് ഞാൻ? എന്തൊക്കെയാ ചെയ്യുന്നറിയാ, എന്തൊക്കെയാ ചെയ്യുന്ന എനിക്ക് അറിയുന്നില്ല. എന്ത് രസമാണ് മണിച്ചേട്ടന്റെ ഇങ്ങനത്തെ കൊറേ പാട്ടുണ്ടാ. മറ്റേ സാധനം കേട്ടിട്ടില്ലേ, മറ്റേ അമ്മോ, ആ പാട്ട് കേക്കണോടാ അത്. അയ്യോ, അത് കേട്ട് ഇരുന്നു പോവും ആ പാട്ട്. എന്റെ ആളെ അങ്ങേറെ കൊറേ സാധനം ഉണ്ട്. രായണനല്ലേ അതൊന്നു. ഇനി അങ്ങനെ മലർന്നു കിടന്നു എഴുതിക്കേ. ഈശോ മോസ്തി, എന്ത് സീനല്ലേ ഇത്! ചാക്കോനെ ഒന്ന് വായിച്ചേ. ഈശോ എഴുന്നേറ്റിരുന്നിട്ട് ഒന്നുകൂടെ വായിച്ചേ. ഇപ്പൊ ചാക്കോ ഈശോ എന്ന് എഴുതി, നമ്മൾ മോസി എന്ന് വായിച്ചു. ഇനി അതേ പൊസിഷനിൽ ഒന്ന് മോസി എന്ന് എഴുതിക്കേ. മോസി. ഇനി എഴുന്നേറ്റിട്ട് ഒന്നുകൂടെ വായിച്ചേ. ഈശോ. അപ്പൊ യഥാർത്ഥത്തിൽ മാണിക്കുഞ്ഞ് ഈശോ എന്നാണോ എഴുതിയത്, മോസി എന്നാണ്? മോസി. പക്ഷെ എടാ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അത് മമ്മൂട്ടി ഫാൻസിന് ഒഫൻസീവ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ പറയാണ്, ഇതിന്റെ ഒരു ലേറ്റസ്റ്റ് പടം ഇറക്കിയില്ലേ, അത് ഇതിന്റെ 7 അയലത്ത് പോയിട്ട് 10 അയലത്ത് പോലും വരൂല. പറയാതിരിക്കാൻ എനിക്ക് പറ്റൂല.
അത് ഞാൻ പുതിയത് കണ്ടത് എനിക്ക് ഞാൻ പറയാം ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി എന്ന് ഒരിക്കലും പറയാൻ പോലും പറ്റൂല. ഇത് ചിലപ്പോ ഞാൻ ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് പറയണമായിരിക്കും എന്ന് കുറച്ച് ആൾക്കാർ ചിലപ്പോൾ പറയായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഈ പടത്തിന്റെ 10 അയലത്ത് വരത്തില്ല മറ്റേ സാധനം. അത് സത്യം, അതെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണത്. ബ്രോ ഞാൻ ബ്രോന്റെ റീല് കണ്ടിട്ടുണ്ടായിരുന്നു ബ്രോ. എടാ പിന്നെ നമ്മുടെ അമ്മ പയ്യൻ നമ്മുടെ ബാഗ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ അകത്തൊരു മഹാദേവനെ വരച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ശിവനെ വരച്ചിരിക്കുന്നത്. അപ്പോ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്രോ എനിക്കതൊന്ന് വരച്ചു തരാമോ? പയ്യനതേ ഓടാസൊക്കെ കിട്ടിയതാ. നൈസറാ, കൊള്ളാം, അടിപൊളിയാണ്. റെഡി 1 2 W ഡേയ്സ് എടാ, ഇത് എന്റെ വീഡിയോ അല്ലേ, ഇത് കണ്ട വീഡിയോ ആണ്. ബാബുവിന് അങ്ങനെ ഒരു തിരക്കായിട്ട് പോകേണ്ട വന്നോണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് മറ്റേ സാധനം ഇതുപോലെ കൊണ്ടുവരാറുണ്ട്. അണ്ണാ കോളേജിൽ പിടിച്ചതാണ്. എങ്ങനെയുണ്ട് കോളേജ്? ഞാൻ സൈദർപള്ളിയിലായിരുന്ന കാലം, അബ്ദു മുസ്തഫയൊക്കെ എന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാലം, എന്റെ +2 പഠനകാലം. എപ്പോഴും കൂടെ 2 സുഹൃത്തുക്കൾ, എന്നെക്കാളും 2 വയസ്സ് മുതിർന്നവരാ. നിജാദ്. തട്ടത്തിമറയത്തൊക്കെ ഇറങ്ങിയപ്പോ എന്തായിരുന്നല്ലേ, ഞാൻ എത്ര വട്ടം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടെ. ഇപ്പൊ കാണുമ്പോ എനിക്ക് വലുതായിട്ടൊന്നും തോന്നാറില്ല, പക്ഷെ ആ സമയത്തുണ്ടല്ലോ എത്ര വട്ടം ആ പടം, അത് കഴിഞ്ഞിട്ട് CD വരെ വാങ്ങിച്ചു കണ്ടിട്ടുണ്ട് ആ പടം. സത്യം അല്ലെ, എനിക്കത് ആ സമയത്ത് ഭയങ്കര ഓളമായിരുന്നു ആ പടം. എന്റെ അമ്മോ, എല്ലാവരുടെ ഡിസ്കഷനും എല്ലാവരുടെ ഫേവറേറ്റ് പടങ്ങളിൽ ഒന്നായിരുന്നു. പാട്ട്, പടം, സീൻസ് എല്ലാം ഉണ്ട് അതിനകത്ത്. മജീദ്. നമ്മുടെ ഗ്യാങ്ങിന്റെ പേര് സ്മാർട്ട് ബോയ്സ്. തലശ്ശേരി ഞങ്ങളുടെ കൈവെള്ളയിലായിരുന്നു. ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ലായിരുന്നു. ബൈക്കിന് ബൈക്ക്, പണത്തിന് പണം, ചെലവ് മുഴുവൻ ഏറ്റെടുക്കാൻ ഒരാളും. ഇപ്പൊ ഒരു ബീജം വരും, ഇപ്പൊ ഒരു സാധനം വരും, അത് കേട്ടോ. മജീദ് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കുഞ്ഞുട്ടിയുടെ മകൻ. സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം കുഞ്ഞുട്ടി സൈദർപള്ളിയിലേക്ക് തിരിച്ചു വന്നു. ഇപ്പൊ ചായക്കട നടത്തുന്നു. പക്ഷെ അന്ന് മജീദ് തലശ്ശേരിന്റെ രാജകുമാരനായിരുന്നു. മജീദിന്റെ സ്വപ്നങ്ങളിലെ രാജകുമാരി ഫാത്തിമ. കൊള്ളാം. റീക്രിയേഷൻ ആണെങ്കിലും കൊള്ളാം. 2026 GTA 6 പിന്നെ വൈകിയോ? എന്തുകൊണ്ടാണ് GTA 6 ഇങ്ങനെ ഡിലേ ആവണേ? നിങ്ങൾക്ക് അറിയോ? പറഞ്ഞുതരാം. വെൽക്കം ടു 295 ഡേയ്സ് അണ്ടിൽ GTA 6. ഏറ്റവും മെയിൻ റീസൺ എന്ന് പറയുന്നത് GTA ഓൺലൈന്റെ സക്സസ് തന്നെയാണ്. ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് അവർ GTA ഓൺലൈനിൽ കൂടെ മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോക്സ്റ്റാർ പുതിയൊരു സീക്വൽ ഉണ്ടാക്കുന്നതിന് പകരം GTA 5 എത്രത്തോളം പിഴിയാൻ പറ്റുമോ അത്രയും പിഴിഞ്ഞ് ചാറെടുക്കുന്നുണ്ട്. 2013 GTA 5 ഇറങ്ങിയപ്പോഴുള്ള ഗെയിം സ്റ്റാൻഡേർഡ്സ് അല്ല ഇപ്പോൾ ഉള്ളത്. GTA 6 റോക്സ്റ്റാർ ഓപ്പൺ വേൾഡ് ഗെയിമിങ്ങിന്റെ ബൗണ്ടറീസ് പുഷ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ടൈം എടുക്കുമല്ലോ, അതൊരു റീസൺ ആണ്. GTA 5 ശേഷം റോക്സ്റ്റാർ അതിന്റെ ഇടയിൽ കൂടെ RDR 2 കൂടെ ഡെവലപ്പ് ചെയ്തിരുന്നു. നമ്മൾ അതിനെ കുറിച്ചിട്ട് കുറ്റമൊന്നും പറയുന്നില്ല, കാരണം അതൊരു മാസ്റ്റർ പീസ് ആണ്. അതായത് നിങ്ങൾ അത് കളിച്ചിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് ഒരു ഗെയിമർ എന്ന നിലയിൽ. അതിന്റെ ഇടയിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. റോക്സ്റ്റാർ അവരുടെ ഡെവലപ്പ് നല്ല പട്ടിപ്പണി എടുപ്പിച്ചു. അത് ശരിയായിട്ടുള്ള രീതിയിലായിരുന്നില്ല. പേരിൽ കുറെ ഇന്റേണൽ ഇഷ്യൂസും ക്രഞ്ച് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതും GTA 6 നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊറോണ ലോക്ക്ഡൌൺ, അതിനെ കുറിച്ചിട്ട് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ കുറെ സമയം അതിന്റെ ഇടയിലും പോയി. GTA 6 ആണ് റോക്സ്റ്റാറിന്റെ ഏറ്റവും കൂടുതൽ ഡെവലപ്പേഴ്സ് വർക്ക് ചെയ്യുന്ന ഗെയിം. ഇത്രയും ഹൈപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വരുത്താൻ വേണ്ടിയും അതിന്റെ ബാക്കിൽ നല്ല വർക്കിംഗ് നടക്കുന്നുണ്ടെന്നുള്ള ഉറപ്പാണ്. റോക്സ്റ്റാർ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണല്ലോ. അപ്പൊ അവർക്ക് അവരുടെ പ്രൊഡക്റ്റിന്റെ മേലെ അത്രയും കോൺഫിഡൻസ് വരുമ്പോൾ റിലീസ് ചെയ്യാന്ന് വിചാരിച്ച് ഡിലേ ആവുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഗെയിം ഇങ്ങനെ ഡിലേ ആയി പോണത്. PS6 വരുന്നുണ്ടെന്നുള്ള ഒരു റൂമർ കേൾക്കുന്നുണ്ട്. GTA 6 പിന്നെയും ഡിലേ ആയെന്നുള്ള ഒരു റൂമർ കേൾക്കുന്നുണ്ട്. ഇനി ഇതുവരെ രണ്ടും കൂടെ ഒത്തുകളിയാണോ ഒരുമിച്ച് ഒരു ബണ്ടിൽ പോലെ ഇറക്കാൻ വല്ലത് കണ്ടറിയണം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമന്റ് ചെയ്യാം. ഗെയിമേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണം. ഡൂഡാണോ? ഇതാണ് SRR ഡൂഡ്.
അല്ല വേറെ ഞാൻ എന്റെ ഒരു ഇത് പറയാം ഗൈസ്. ഞാൻ ഇവർക്ക് അതായത് ഈ ഗെയിമിലുണ്ടല്ലോ നമ്മള് ഇതിനു മുമ്പ് ഇതുപോലെ എക്സ്പെക്ടേഷൻ കൊടുത്തു വെച്ചിരുന്ന ഒരു കളിയായിരുന്നു സൈബർ പങ്ക്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പ്രീ ബുക്ക് ചെയ്ത് 9,000 10,000 രൂപയ്ക്ക് എന്തോ ആണ് അത് മേടിച്ചത്. അത് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും ആണ് അതിന്റെ അത്രയും രൂപ എന്തോ ഉണ്ടായിരുന്നു. അതിന്റെ ഏതോ ഒരു ഇതിന് അത്രയും രൂപ ഉണ്ടായിരുന്നു പ്രീ ബുക്ക് ചെയ്ത് മേടിച്ച സമയത്ത്. ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അത് അപരാധം പിടിച്ച കളിയാണെന്ന് മനസ്സിലായോ? അപ്പൊ ഇവർക്ക് അങ്ങനെ ഒരു കൺസേൺ ഉണ്ടായിരിക്കും. മെയിൻലി ഞാൻ പറയാണ്, ഇവര് കൊണ്ടുവരുമ്പോ ടോപ്പ് നോച്ച് സാധനം കൊണ്ടുവരിക, അതാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം ഞാൻ പറയാം, ഇവരിത് ഡിലേ ആക്കുന്നതോറും ഹൈപ്പ് കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ അല്ലേ? ഡിലേ ആക്കുന്നതോറും ഹൈപ്പ് കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ, അത് ഉറപ്പ് പറയാം. അതിലൂടെ ഇങ്ങനെ കുറെ വീഡിയോസ് കൂടെ വന്നാൽ 100% ഇതിന് ഹൈപ്പ് കൂടിക്കൊണ്ടിരിക്കും. ഇവര് സമയം എടുക്കുന്നത് ഇത് അടിപൊളിയാക്കാൻ വേണ്ടിയാണ്. പക്ഷെ റോക്ക് സ്റ്റാർ ആയതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടാ. അണ്ണാ ഞാൻ കസ്റ്റം ചെയ്ത ടീഷർട്ട് ആണ്, എങ്ങനെയുണ്ടെന്ന് പറയാമോ? ഒരു ടീഷർട്ടിൽ റിയലിസ്റ്റിക് പോർട്രേറ്റ് വരയ്ക്കാൻ പറ്റും. എന്നാൽ അങ്ങനെയുള്ള ഒരു വർക്കായിരുന്നു ഇത്. ഒരു കസ്റ്റമറിന്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് ആയിരുന്നു ബ്ലീച്ചിൽ ഒരു യേശുവിന്റെ റിയലിസ്റ്റിക് പോർട്രേറ്റ് വരയ്ക്കാൻ. യൂഷ്വൽ പോലെ ടീഷർട്ടാണ് ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് യേശുവിന്റെ ഫേസിന്റെ ഷേപ്പാണ് സെറ്റ് ആക്കിയത്. പിന്നെ കണ്ണും എക്സ്പ്രഷനും ഓരോ ലെയർ ബൈ ലെയർ ആയി സമയമെടുത്താണ് ചെയ്തത്. നിങ്ങൾക്കും ഇതുപോലെ നിങ്ങൾ ക്ലോത്ത് കസ്റ്റമൈസ് ചെയ്യാൻ DM നൗ. ഫൈനൽ വർക്കാണ്, അവസാനം വരെ കണ്ടു നോക്കാം. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം. സ്നൈപ്പിന്റെ ശബ്ദം ചെറിയൊരു സാമ്യമുണ്ട്. എന്താടാ ടീഷർട്ട് ഇടാൻ പറ്റൂലെന്ന് തോന്നുന്നു കേട്ടാ. പിന്നെന്തിനാ കഷ്ടത്ത് വെച്ച് കിടക്കാനാ ടീഷർട്ട്? ഇല്ല പിന്നീട് വാഷ് ചെയ്യണം, അത് പിന്നീട് പോവും. ചിലപ്പോ അത് വാഷ് ചെയ്താ പോവാത്ത കളറായിരിക്കും. മറ്റേ എന്തോ അക്രിലിക്കോ അങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ ആയിരിക്കും. അതൊക്കെ ആയിരിക്കും. ഇതാര ലെക്സ് ആണോ വന്നേ? ആരാണ് പൂക്കി പ്രൊഫസർ? സ്റ്റേജിലേക്ക് വന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി തന്റെ പ്രൊഫസറോട് ഒരാഗ്രഹം പറഞ്ഞു. പ്രൊഫസർ അപ്പാടെ സമ്മതിച്ചു. ശേഷം കാണുന്നത് ഇരുവരും സൺഗ്ലാസ് ധരിച്ച് പോസ് ചെയ്യുന്നതാണ്. പിന്നീട് 3 മണിക്കൂർ നീണ്ട ബിരുദദാന ചടങ്ങിൽ വിദ്യാർത്ഥികളുടെ ആഗ്രഹപ്രകാരം ലയണൽ മെസ്സിയുടെ സ്ലോമോ വോക്ക്, വിക്ടറി പോസ്, കൊറിയൻ ഫിംഗർ ഹാർട്ട്, ഡാബ് പോസുകളാണ് പ്രൊഫസർ ചെയ്തത്. ഇതോടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. വിദ്യാർത്ഥികളുടെ ജീവിതത്തിലെ ഒരു പ്രധാന ദിവസം അവർ ആഗ്രഹിച്ച പോലെ കളറാക്കാൻ മനസ്സ് കാണിച്ച ആ പൂക്കി പ്രൊഫസറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരം. ഇന്റർനെറ്റ് ലോകം ആളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് പ്രൊഫസർ രാജീവ് അഹുജ. സ്വീഡനിലെ ഉപ്സാല സർവകലാശാലയിൽ നിന്ന് അവധിയെടുത്ത് 2021 IIT റോപ്പഡിൽ ഡയറക്ടറായി ജോയിൻ ചെയ്ത പ്രൊഫസർ ജൂലൈ 10 പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആ കൂളിംഗ് ഗ്ലാസ് കൊടുത്തവന്റെ ധൈര്യമാണ് ബാക്കി എല്ലാവർക്കും ഇത് പുള്ളിയുടെ അടുത്ത് പ്രസന്റ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടിയത്. പുള്ളി അന്നേരം വല്ല നോയും പറഞ്ഞതാക്കിയായിരുന്നു വേറെ ഏതെങ്കിലും അവന്മാര് പറയുമായിരുന്നോ സാർ താഴത്തിലടാന്ന് പറഞ്ഞ് കാണിക്കാവോ ഇതൊക്കെ കാണിക്കാവോ എന്ന്? അത് അവന്റെ ധൈര്യമാണ്. അവൻ ചോദിച്ചെടുത്താണ് പുള്ളിയുടെ വൈബ് ബാക്കിയുള്ളവർക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ മനസ്സിലാവോ? 16 നടന്ന കോൺവെക്കേഷനിൽ 700ഓളം കുട്ടികൾക്കാണ് അഹുജ ബിരുദം സമ്മാനിച്ചത്. സ്വീഡൻ സർവകലാശാല ഈ സാധനം ശരിക്കും എന്താ BTSന്റെ ആണോ ഇത്? മറ്റേ ഈ സാധനം മറ്റേ ഇങ്ങനെ കാണിക്കുന്നേ ഇതെന്താ സാധനം? കത്തിയല്ലോ അണ്ണൻ. സിറ്റി പിന്നെ കത്തിയാ? എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 10:30 സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത്. കൊറിയൻ ഹേർട്ട് സിമ്പിൾ ആണ്. ഓ ഹേർട്ട് ആണ്. ഓക്കെ. ഞാൻ ഈ BTSന്റെ വീഡിയോ ആണ്. അണ്ണാ ഗ്യാങ് റീബിൽഡ് എന്ന് പറഞ്ഞപ്പോ ശരിക്കും ഞാൻ കരുതി TV ഒരു പ്രോപ്പർ PvP ഗ്യാങ് ആക്കുന്നത്. പക്ഷെ ശരിക്കും ഞെട്ടിച്ചു. വെടിക്കെടുത്തവർ വരെ RP ചെയ്യുന്ന ഉച്ചയ്ക്ക് സാവേജിന്റെ ലൈവിൽ സ്റ്റാർട്ട് ആയാൽ ലാസ്റ്റ് നൈറ്റ് സ്നൈപ്പിന്റെ ലൈവിൽ എൻഡ് ആവുക. എല്ലാവരുടെയും ലൈവിന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാവും അവർ അത്രയും കിടിലമായിട്ട് ചെയ്യുന്നുണ്ടെന്ന്. അണ്ണൻ ലൈവിൽ പറഞ്ഞ കാര്യം പ്രൂവ് ചെയ്ത് കാണിച്ച് ഒരു വട്ടം എങ്കിൽ ഒന്ന് കഴിയുമെന്ന് പറഞ്ഞത്. താങ്ക് യു സോ മച്ച് ബ്രോ, മീൻസ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. കത്തിയാടാ? ആ സിറ്റി റെഗുലർ
നീ ഉണ്ടാ ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്? കുറച്ചാള് ജയിലിലായിരുന്നു. ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. നീ ഏതോ അറബിയിലെ കിടക്ക കയറി പിടിച്ചെന്ന് അറിഞ്ഞേ? നോട്ടിഫിക്കേഷൻ വന്നില്ല അണ്ണാ. നമ്മളൊന്നും ചെയ്യും. കുറച്ച് വീഡിയോ കണ്ടതേ ഉള്ളടാ. ഇതാരല്ലേ എലോൺ എന്ന് പറഞ്ഞ? എടാ അത് ഇതല്ലേ പുള്ളി നമ്മുടെ എലോൺ 122 ഇട്ടേക്കുന്ന എന്താണ്? എലോൺ 122 അതൊരു വീഡിയോ ആയിരുന്നു. അത് കണ്ടു കഴിഞ്ഞ കളിയെ. മറ്റേ പ്രൊഫസറിന്റെ വീഡിയോ. കളിയെ ഞാൻ കാണുന്നില്ല. എന്നെ കണ്ടാ ഞാൻ കൊണ്ടുപോകും. നീ വിട്ടോ. ഞാൻ ഇല്ല, ഞാൻ ഇവിടെ ഇരിക്കാം. അറിയാതെ ഫാമിലി ഗ്രൂപ്പിൽ തുണ്ടിട്ട ഞാനും അതിന് വേറെ ഉണ്ടോ എന്ന് റിപ്ലൈ വന്നു ബ്രദറും. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. നമ്മള് മൂഞ്ചി റിപ്ലൈ ഇട്ടില്ലായിരുന്നു. അവനെ മാത്രമേ കൊണ്ടുപോകുള്ളായിരുന്നു. അണ്ണ ഒരു മോട്ടിവേഷൻ ആയാലോ. പിന്നെന്താ? ലോകത്തിലെ ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള കറൻസി ഏതാണെന്നറിയോ? നിങ്ങളിപ്പോ പറയാൻ പോകുന്നത് കുവൈറ്റി ദിനാർ, ബഹ്റൈനി ദിനാർ, ഒമാനി റിയാൽ എന്നൊക്കെ ആയിരിക്കും. ഞാൻ പറയുന്ന അല്ലാന്ന്. ലോകത്തിലെ ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള കറൻസി നമ്മുടെ ടൈമാണ്. നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലം, നിങ്ങളെ പാർട്ട്ണർ, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സ് റെസ്പെക്റ്റും വാല്യൂം തരുന്നില്ലെങ്കിൽ പിന്നെ ഒരു സെക്കൻഡ് പോലും അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. നിങ്ങൾക്ക് വാല്യൂം റെസ്പെക്റ്റും കിട്ടാത്ത സ്ഥലത്ത് നിങ്ങൾ പോകാനും പാടില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ച് ടൈം കളയാനും പാടില്ല. ഒരാളെ ലൈഫിലെ ടൈമാണ് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത്. അത് വൈസായിട്ട് യൂസ് ചെയ്യുക. കുൻഫു പാണ്ടയിൽ ഒരു സേയിങ് ഉണ്ട്. അതിലെ മെസ്സേജ് ഇതാണ്: യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി, ടുമോറോ ഈസ് എ മിസ്റ്ററി ആൻഡ് ടുഡേ ഈസ് എ ഗിഫ്റ്റ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് പ്രസന്റ്. നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലം നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, വാല്യൂ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് താഴെ കമന്റ് ചെയ്യും. സാധനമുള്ള ഈ സാധനം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ RP-യിൽ പറഞ്ഞായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കേട്ടായിരുന്നു? നമ്മളൊരു RP-യിൽ ഈ സാധനം പറഞ്ഞായിരുന്നു. ടൈമാണ് ഇതൊക്കെ പറഞ്ഞ് ഒരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു സിറ്റുവേഷൻ ചന്ദ്രന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ 14ാമത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും വെൽക്കം. 14ാമത്തെ ദിവസം ചന്ദ്രന്റെ കഴിഞ്ഞ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 14 ദിവസമായി. ഡേ 14 സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ. ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന കുറച്ചുപേരുണ്ട്. മീൻസ് രായനായാലും ശരക്ക്, നമ്മളെ പിള്ളേര് ഇവിടുന്ന് ഒരു സിറ്റുവേഷൻ ഉണ്ടായി പോവേണ്ടി വന്നു എന്നുള്ളതല്ലാണ്ട് അവരിപ്പോഴും നമ്മളെ എന്താ പറയാ നമ്മുടെ മനസ്സിൽ അതുപോലെ തന്നെ ഉണ്ട്. അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാണ്. ഞാൻ പ്രതീക്ഷിച്ച് ലൈക്ക് അവര് ഉണ്ടാവോ ആർക്കും അറിയത്തില്ല. ലൈക്ക് എനിക്ക് അങ്ങനെ ഇതുണ്ട്. ലൈക്ക് എന്താ പറയാ, ഹലോ കേൾക്കണം. സത്യം പറഞ്ഞ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലെത്തിയ സമയത്ത് അതുവരെ എനിക്ക് അങ്ങനെ സീരിയസ് അവന്റെ ബർത്ത്ഡേക്ക് ചെല്ലണം എന്നുള്ള രീതിയിൽ ഉള്ള ഇതല്ലാതെ വേറെ സീനൊന്നുമില്ല. പക്ഷെ ഇന്നലെ ഗ്യാങ് ഹൗസിന്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞ എന്റെ ആയിരുന്നു പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. This shirt was changed my mind. ഇതിന് മനസ്സിലായോ? ഫുഡൊക്കെ പോയി, ഫുഡൊക്കെ വേസ്റ്റ് ആയി.
മനസ്സിലായോ? ഇല്ല. അതിന്റെ ഫുഡൊക്കെ വേസ്റ്റ് ആവില്ലേ, അതാണ്. ഹാർഡ് വർക്ക് ചെയ്ത് പറഞ്ഞു വീണ പട്ടീനെ അവൻ മൈൻഡ് ചെയ്തില്ലല്ലോ. ഈ പട്ടി എങ്ങനെ ഇവിടെ കേറി? പട്ടി ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായ? എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ പുള്ളി മറ്റേ ഹാർഡ് വർക്ക് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം പോയപ്പോ ലാസ്റ്റ് അങ്ങനെയാണോ? അണ്ടി പോയ അണ്ണാൻ അതായിരിക്കും അല്ലേ? യെസ്, അതായിരിക്കും. ഇൻസ്റ്റാഗ്രാം എനിക്കൊരു വലിയ ആത്മധൈര്യം എന്ന് പറയുന്നത് ഇത്രയും തേച്ച് മിനുക്കാമെങ്കിൽ ഇനിയും തേച്ചാൽ ഇനിയും മിനുക്കാം. നമ്മുടെ മിനുക്കം കറക്റ്റ് പോകുന്നുണ്ടോ, മിനുക്കം കുറഞ്ഞോ എന്നുള്ളതാണ് നേരെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നത്. നമ്മൾ ഈ ഉള്ളിലേക്ക് തന്നെ നമ്മളിലേക്ക് തന്നെ നോക്കുന്നത് നമ്മൾ എത്രത്തോളം വളർന്നു, ഇനി എന്തോരം വളരാൻ പറ്റും, എന്തോരം കുഴപ്പങ്ങളുണ്ട്, എവിടേക്കാണ് അഴുക്ക് പിടിച്ചിരിക്കുന്നത്, എവിടേക്കാണ് ക്ലാവ് പിടിച്ചിരിക്കുന്നത്, തുടച്ചു നോക്കണ്ടേ. അവർക്ക് പറഞ്ഞ പോലെ തേച്ച് മിനുക്കിയെടുത്താണ് ഇനി തേച്ച അതിന്റെ ഇത് നോക്കടാ, ക്വാളിറ്റി നോക്ക്. ഇനിയും മിനുങ്ങും എന്നുള്ളതാണ്. അറിയാലോ, കുട്ടിയാണ്. കിടിലം ബ്രോ, കിടിലം ബ്രോ. ഇവിടെ കുറെ വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള. എന്താ ഒരാൾക്ക് അപകടം പറ്റി കാലും പൊക്കി വരുമ്പോഴാണോ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നതെന്നോ? Powerful people make choices. Powerful. ഇവരെ പ്രദർശിച്ചിരിക്കണം. പക്ഷെ അവന് ഇത് ഒന്നല്ലടാ, ഇത് രണ്ട് ഇതേതോ ഹിന്ദി സ്ഥലമാണ്, മനസ്സിലായ? ഇവനല്ല എന്തായാലും അത്. ഇത് രണ്ട് വീഡിയോ ഉറപ്പാണ്. ഇത് അവനല്ല. പക്ഷെ കൺസെപ്റ്റ് കൊള്ളാം. Powerful people. പുള്ളി എന്താ ഇങ്ങനെ ഇരുത്തിയേക്കണേ? എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കണ, സ്വന്തം കൂട്ടുകാരനെ ആശുപത്രിയിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോ അത് വീഡിയോ എടുക്കുക കാണിക്കണ മനസ്സ്. പുള്ളിക്കാരിക്ക് ചിരി തയ്ക്കാൻ വയ്യാത്തോണ്ട് പുള്ളിക്കാരി മുഖം മറച്ചോട്ടാ. Lone bro, thank you so much for the subscription again bro. Thank you so much. Means a lot. നീ ഇപ്പൊ ശരിക്കും 3-ലാണോ 3-ക്കായതാണോ? ഗൈസ് ഒരു 10-25 ആവുമ്പോ എന്നോട് പറയണേ ഗൈസ്. ഒരു ചെക്കൻ ഇവിടേക്ക് വന്ന് സംസാരിച്ച് അത് ഇങ്ങനെയായി. അവള് 3-ലായിരുന്ന? എക്സാം ഇല്ല. അവളുടെ പേരെന്താ? അമന്യ. സുന്ദരി. നമ്മളെ നോക്കുമ്പോ എന്തായാലും മനസ്സ് സ്വർഗ്ഗമായി മാറും. നേരത്തെ പറഞ്ഞു ഇപ്പൊ രക്ഷയായി. അല്ല, അവൾക്കറിയോ നിനക്കിഷ്ടാന്ന് അവൾക്കറിയോ? നിനക്കിഷ്ടാന്ന് അവൾക്കറിയോ? അവൾക്ക് ഇഷ്ടാണോ നിന്നെ? കാര്യം പറയാ. നമ്മൾ ഈ ടൈമിലെ കളിയാ എന്തോന്ന് ചെയ്തോണ്ടെന്ന് അളിയാ? 3ാം ക്ലാസ്സിൽ പഠിക്കണ പയ്യനാണ്, മനസ്സിലായേ? അളിയ അതന്നെ ഈ ടൈമിൽ നമ്മൾ എന്താ വേണ്ടിട്ടുണ്ട്? നമ്മളെന്തിനു ചെയ്യാൻ? ബൂമറിന്റെ കൂടെ കിട്ടുന്ന സ്റ്റിക്കറിന് അടി ഉണ്ടാക്കി മറ്റേ പന്തിനകത്ത് റബ്ബർ ബാൻഡ് ചുറ്റി പുറത്തെറിഞ്ഞ് ഇതൊക്കെയാണ് അളിയ സ്റ്റിക്കർ ഒട്ടിച്ചോണ്ട് നമ്മളെ ടാറ്റു അടിച്ചെന്ന് പറഞ്ഞ് പച്ച കുത്തിയെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇതൊക്കെ നമ്മളെ പരിപാടി. ഡിഫൻഡറാ.
എന്ത് രസമാണ് അത് കാണാനല്ലേ. രഗില പറഞ്ഞ എടുക്കണ്ടേ നമുക്ക്? എടുക്കണളിയാ, എടുത്തില്ലെങ്കിൽ എങ്ങനെ പെട്ടെന്ന് എടുക്കാൻ. ഭാഗ്യം ചെയ്ത അമ്മമാരാ ഇവരുടേത്. ഒത്തെഴുത് ബാറാണെന്ന് തോന്നുന്നു. ലേ അമ്മ, നീ പാതിരാത്രി വരെ എവിടെയായിരുന്നു? റീസൺ ബാറിലൂടാ എന്റെ ഈ പാട്ടാ. എന്ത് വൈബായിരിക്കില്ലേ അമീഗോസ് കഴക്കൂട്ടം. എടാ ഇത് തിരുവനന്തപുരത്തുള്ള ബാറാണോ? പോടാ, സീരിയസ് ആട്ടോ. കഴിച്ചത് ആർപ്പില്ലേ ലൈവ് എത്തി. എത്ര മണിയുണ്ട് ബാറ്? പോയാ 11 മണിക്കെത്താം. സത്യം ഇറങ്ങി ഇറങ്ങി ഞാനും റെഡിയായി. ഇതേ എടാ ഓടാ, തിരുവനന്തപുരത്ത് ഇത്ര വൈബുള്ള ബാറൊക്കെ ഉണ്ടോ? അളിയാ വേറെ ലെവൽ ആയിക്കൊണ്ടിരിക്കുന്ന അളിയാ. 11 ക്ലോസിംഗ് ആണെന്നാ. അപ്പൊ പിന്നെ ഇറങ്ങിയിട്ട് കാര്യമില്ല. ആർക്ക് വേണോടോ തന്റെ ചക്കാത്തക്ക് പിടി. ഇനി തണ്ട് കാണിക്കാലോ. ഇനി ഒരു അക്ഷരം വേണ്ടി അടിച്ചതിന്റെ അടപ്പലടക്കം. ബാക്കി 10 രൂപ അത് തന്റെ അച്ഛന് ടിപ്പ് എന്നായിട്ട് കണക്കാക്കിയാ മതി. ബാക്കി 10 രൂപ അങ്ങോട്ടല്ല ഇങ്ങോട്ടാ തരേണ്ടത്. ബാക്കി 10 ബാക്കി 10 രൂപ നാളെ തന്നാ മതി. ഞാനിട്ടല്ലേ ഏട്ടാ, കാണാഞ്ഞിട്ടാ. ഞാൻ തരാം. വേണ്ട, എന്ത് പെട്ടെന്ന് തന്നെ ഒരു മാസീൻ ഇങ്ങനെ അത് തരണ്ട. നിന്റെ അച്ഛനെ ഞാൻ ടിപ്പ് കൊടുത്തായിട്ട് കിട്ടി 20 രൂപ. ബാക്കി 10 രൂപ തന്റെ അച്ഛന്റെ അച്ഛന് ടിപ്പ് എന്നായിട്ട് കണക്കാക്കാൻ മതി. അവിടെ തിരിച്ചു പോയെടുത്തത് തിരിച്ചു വിളിച്ചടാ അത്. അവൾ എന്നെ ഇട്ടിട്ട് പോയി എന്തെങ്കിലും എന്ത് ചെയ്യും? അയ്യോ, അവളെന്നെ ഇട്ടിട്ട് പോയി. അവിടെ പുണ്ടച്ചി പോലെ അമ്മായിരെ ഉണ്ണേ അമ്മായിരെ പോയിട്ട് ഇവന്റെ അടുത്തത് പോയി ഇങ്ങനെ ചോദിക്കലടാ. നീ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണെ അന്ന് തന്നെ നീ കയറെടുക്കും. മനസ്സിലായ? ഇവന്റെ അടുത്തൊന്നും പോയി ചോദിക്കരുത് ഇത്. 3 കാറുകളെ ഓവർടേക്ക് ചെയ്ത് ബൈക്കിലുണ്ടാവും. കലക്കും 3 കാറിനിടെ കൂടെ ബൈക്ക് എക്സ്പ്ലോഷൻ കേൾക്കുമ്പോ തന്നെ ഞാൻ ചാർജ് ആവും. അവൻ ചത്തു. 3 കാറിനിടെ കൂടെ ബൈക്ക് എക്സ്പ്ലോഷൻ. സെൻട്രൽ സ്റ്റാൻഡ് മറ്റേ കാല് കൊടുത്ത് എടുത്തതാട്ടാ. സെൻട്രൽ സ്റ്റാൻഡ് അല്ലടാ, നോക്ക് സെൻട്രൽ സ്റ്റാൻഡിലാ വണ്ടി ഇരിക്കണ കണ്ടാ. അപ്പൊ ഇങ്ങനെ നമ്മള് ചെറുതായിട്ട് പുഷ് ചെയ്തിട്ട് ഇത് കൊടുത്തു കഴിയുമ്പോ ബാക്ക് വീല് കറങ്ങുമല്ലോ. അപ്പൊ ഓട്ടോമാറ്റിക് സെൻട്രൽ സ്റ്റാൻഡ് ബാക്കിലോട്ട് പോകും. മനസ്സിലായ? 3 കാറിനിടെ കൂടെ ബൈക്ക് എക്സ്പ്ലോഷൻ കേൾക്കുമ്പോ തന്നെ ഞാൻ ചാർജ് ആവും. ചാർജ് ആയി കേട്ടാ, കംപ്ലീറ്റ് ചാർജ് ആയി. പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് ഗ്യാങ് ഹൗസ്, കളറ്, ഈ നമ്പർ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഓൾറെഡി അപ്പാപ്പന്റെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നു. അതെ, 10,000 കോടി വൈറ്റ് മണി, 5,000 കോടി ബ്ലാക്ക് മണി. ഇതൊക്കെയാണ് ടിവിയുടെ റിക്വയർമെന്റ്സ്. ചോദിക്കുമ്പോ ഗണ്ണ. ലോൺ വോൾഫ് ബ്രോ, താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ് അഗൈൻ. 4 എണ്ണം തന്നു ലോൺ വോൾഫ് ബ്രോ. താങ്ക് യു സോ മച്ച് ബ്രോ. നോ FRP മനസ്സിലായോ? ഇവിടെ ടിവിക്ക് ബാനില്ല, അറിയാമോ നിനക്ക്? പറഞ്ഞു. എടാ ഇതേ ശരിക്കും ഉണ്ടല്ലോ, ഇത് ബ്രാവോടെ ലൈവിനകത്തുനിന്ന് ആരോ കട്ട് ചെയ്തിട്ട് ഇത് വേറെ ആരുടെയോ VC-യിൽ പോസ്റ്റ് ചെയ്തതാ. ഇതാണ് എക്സ്ലാൻഡിസി നടക്കുന്നത് എന്ന് പറഞ്ഞു. മനസ്സിലായ? ഇത് അബദ്ധത്തിൽ നമ്മുടെ അകത്ത് വന്നതാണിത്. ഇത് എങ്ങനെയോ ഇത് അവൻ മാറി പോസ്റ്റ് ചെയ്ത ശേഷം അവൻ ഇവിടെയാണ്. ഇപ്പോഴാണ് അവൻ തിരിച്ചറിയണത് ഇത് വേറെ ആരുടെയോ VC-യിൽ പോസ്റ്റ് ചെയ്തതാണ്. ഇതാണ് എക്സ്ലാൻഡ് സെർവറിൽ നടക്കണത്. പിന്നെ ബ്രോ റൈറ്റ് വെൻ ഹി സെഡ്. ഞാൻ ഈ അമ്പലങ്ങളിലൊന്നും പോവാറില്ല. കാരണം എന്താണെന്ന് അറിയാം, ദൈവവിശ്വാസമൊന്നും ഇല്ലാത്തോണ്ടല്ല. അവിടെ ഈ ചടങ്ങുകളെല്ലാം പെണ്ണുങ്ങളുടെ പേരാണ്. ആരതി, അർച്ചന, പൂജ, ആരാധന, അല്ലേ, ജ്യോതി എന്നിങ്ങനെ പോവും. എന്നാൽ പുരുഷന്മാരുടെ പേരിൽ ഒന്നുമില്ല. പുരുഷന്മാർക്ക് ആകെ ഒരു എന്തൊക്കെയാണാ പുരുഷന്മാരുടെ പേരിൽ ഒന്നുമില്ല അമ്പലത്തില്.
കണ്ണാപ്പി അണ്ണനെ പാല് വാങ്ങാൻ വിട്ടു. ബ്രോ ഈഗിളുണ്ടോ ഇവിടെ? ഇല്ലല്ലോ. കടയിൽ പാല് വാങ്ങാൻ പറ്റും. ഇവിടെ കാണുന്നത് നിന്റെ അച്ഛനാണ് പാല് വാങ്ങാൻ വിട്ടത്. കണ്ണാപ്പി കടയില് പാലാങ്ങിട്ടും പാല് വാങ്ങിക്കാനിരിക്കല്ലേ ഞാൻ രാത്രിയോടെ. ഇതെന്താ എന്തൊക്കെ ഐറ്റങ്ങളാണ് ഇതൊക്കെ. ഈ പുള്ളിയുടെ വോയിസ് വെച്ച് കൊറേ സാധനം ഇറങ്ങിയിട്ടുണ്ടോ. അത് എപ്പോ കേട്ടാലും സീനാണെന്നത്. അണ്ണാ എന്റെ ഫ്രണ്ട്സ് ആണൊന്ന് സപ്പോർട്ട് ചെയ്യണേ. സ്ട്രിങ് ഓഫ് മ്യൂസിക്. നൈസ്. ആ 10 രൂപ അല്ലേ, നമുക്ക് RP ജസ്റ്റ് കേറി ഇരുന്നിട്ട് ലോഡ് ചെയ്തിട്ട് ബാക്കി കാണാം. കേസ്